അത് പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനനായ ബിജു കെ തോമസ് അച്ഛൻ, ഈ ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ, ഗായക സംഘം അംഗങ്ങൾ, മറ്റ് സംഘടനാ പ്രവർത്തകർ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ എത്ര നേരം സന്ദേശം പറയണമെന്ന് ചോദിച്ചു. നിങ്ങൾ നല്ല പാട്ടുകളൊക്കെ പാടി ഒരാഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷത്തിലിരിക്കുമ്പോൾ ഒരു വലിച്ചു നീട്ടി ഒരു വലിയ സന്ദേശം നൽകുവാൻ സാങ്കത്യമുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പക്ഷെ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എത്ര നേരം വേണേലും പറഞ്ഞോളാൻ. അപ്പം എനിക്ക് ലൈസൻസ് ഉണ്ട്, എത്ര നേരം വേണേലും നിങ്ങളോട് സംസാരിക്കും. പക്ഷേ എനിക്ക് ചില പരിമിതികൾ ഉള്ളത് കൊണ്ട്, അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ പള്ളിയിൽ ചില പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ഏകദേശമൊക്കെ പൂർത്തിയായി. എന്നിരുന്നാലും അവിടെ കുറേ ആളുകൾ അവിടെ വൃത്തിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ അളവറ്റ കൃപയും ദൈവ സാന്നിധ്യവും ദൈവസ്നേഹവുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം എന്നെ ഇടയാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കഥ പറയാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഒരു മഹർഷി, ആ മഹർഷി ഇങ്ങനെ യാത്ര ചെയ്തു പോകൊണ്ടിരിക്കുമ്പോൾ ആ മഹർഷിയുടെ കൂട്ടത്തിൽ 3 ശിഷ്യന്മാരുമുണ്ട്. അങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്ത് ചെന്നപ്പോഴത്തേനും വലിയൊരു നദി കണ്ടു. നദിയിലാണെങ്കിൽ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുക. മലയിലെങ്ങാണ്ട് വലിയ വെള്ളം, ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വലിയ മഴയോ ഒക്കെ കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ മഹർഷിക്ക് ഈ നദി കടന്ന് വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. മഹർഷി നോക്കിയപ്പോൾ പാലമൊന്നും അവിടെ ഇല്ല. മഹർഷിയുടെ കയ്യിലാണെങ്കിൽ മഹർഷിയുടെ വേദം ഉണ്ട്, പുസ്തകമുണ്ട്, മന്ത്ര വടി, ഒരു ദണ്ഡുണ്ട്, ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഒരു ഓലക്കെട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നനയാതെ അപ്പുറത്ത് എത്തിക്കണം. മഹർഷി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, വലിയ കുത്തൊഴുക്കുള്ള സ്ഥലമാണ്, അപ്പൊ ആരും ഈ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് അധികം ധൈര്യം കാണിക്കില്ല. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നനയാതെ അപ്പുറത്ത് എത്തിക്കണം. അതിനുവേണ്ടി മഹർഷി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ 3 പേരിലും ഈ 3 വസ്തുക്കൾ ഏൽപ്പിക്കുന്നു. എൻ്റെ വേദമുണ്ട്, എൻ്റെ മന്ത്രദണ്ഡുണ്ട്, ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഓലക്കെട്ട് ഉണ്ട്. ഇത് നിങ്ങൾ ആരാണോ നനയാതെ അപ്പുറത്ത്, നനയാന്നല്ല, ഇത് നനയാതെ, അവർ നനയാതെന്നല്ല, വേദവും മന്ത്രദണ്ഡവും ഒക്കെ നനയാതെ ആരാണോ ഇത് അപ്പുറത്തെത്തിക്കുന്നത് അവനായിരിക്കും അടുത്ത എൻ്റെ സ്ഥാനി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും 3 പേർക്ക് ഉത്സാഹമായി. എന്നാൽ ഇതൊന്ന് പരീക്ഷിച്ചേക്കാമെന്ന് കരുതി അവരെ 3 പേരെ ഏൽപ്പിച്ച ആ 3 വസ്തുക്കൾ കൊണ്ട് ഒന്നും ചിന്തിക്കാതെ അവരെന്ത് ചെയ്തു? ഈ നദിയിലേക്ക് എടുത്ത് ചാടി. അവർ നീന്തി, മത്സരിച്ചു നീന്തി അവരങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം മഹർഷി ഇക്കരയ്ക്ക് നിൽക്കുക. അപ്പൊ മഹർഷി ചിന്തിച്ചു, അവരവിടെ ചെന്നിട്ട് കാര്യമില്ലല്ലോ, ഞാനിവിടെ ചെല്ലണമല്ലോ. മഹർഷി എന്ത് ചെയ്തു? പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി. പക്ഷേ പ്രായമായ മഹർഷിക്ക് യുവാക്കളായ ശിഷ്യന്മാരുടെ അത്രയും ധൈര്യവും മനക്കെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. മഹർഷി ആ ഒഴുക്കിൽപ്പെട്ടങ്ങ് പോയി. ഈ മഹർഷി കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ചു, എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചു. പക്ഷെ ആരും, അവർ 3 പേരും ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മുഴുവനും വേദം നനയാതെയും മന്ത്രദണ്ഡ് നനയാതെയും ഓലക്കെട്ട് നനയാതെയും അപ്പുറത്ത് എത്തിക്കുക എന്നുള്ളതിലായിരുന്നു. അവരത് അവിടെ എത്തിച്ചു എങ്കിൽ പോലും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗുരുവിനെ അവർക്ക് നഷ്ടമായി. അവരപ്പുറത്ത് ചെന്നപ്പോൾ ഈ മഹർഷി പറഞ്ഞിരുന്നു,
നിങ്ങളിൽ ആരാണോ ആദ്യം അവിടെ ചെല്ലുന്നത് അവനായിരിക്കും അടുത്ത സ്ഥാനി എന്ന്. പക്ഷേ ആ സ്ഥാനം ഏൽപ്പിക്കുവാനായിട്ട് ആരില്ലാതെ പോയി? മഹർഷി ഇല്ലാതെ പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചില സംഗതികളൊക്കെ ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ്. എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഓടി പിടിക്കുവാനായിട്ട് പോവുകയാണ്. പക്ഷേ നമ്മുടെ ഗുരുവിനെ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. അവിടെയാണ് ക്രിസ്മസിൻ്റെ സാങ്കത്യം അധികം നമ്മളെ ചിന്തിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നാം ആഘോഷങ്ങളിലാണല്ലേ. വേറെ ഒരു വ്യക്തിയുടെയും ജന്മദിനം ഇത്രയധികം ആഘോഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്രയോ വർഷങ്ങളായി, കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു മനുഷ്യൻ്റെ ജന്മദിനം ആ 2024 വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആഘോഷിക്കുകയാണ്. ഇത്രയും വർഷവും നീണ്ടു നിൽക്കുന്ന ഒരു ജന്മദിനം സഭാ പാരമ്പര്യത്തിൽ മരണമടഞ്ഞവരുടെയൊക്കെ ഓർമ്മ നടത്താറുണ്ട്. ഓർമ്മ ദിവസങ്ങൾ ഇങ്ങനെ 1, 2, 10, 100, 110 ഒക്കെ. ഞങ്ങളുടെ സഭാ പാരമ്പര്യത്തിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ 122ാം ഓർമ്മ നടത്തി. പക്ഷെ അദ്ദേഹത്തിൻ്റെ അത് മരണദിനമാണ്. ഒരു വ്യക്തിയുടെ ജന്മദിനത്തെ എത്രയധികം ആഘോഷിക്കുന്നുവെങ്കിൽ ആ മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ച ദൈവപുത്രന്റെ ചിന്താഗതികൾ നമ്മളിൽ എത്രയധികം ഉണ്ട് എന്ന് നാം ചിന്തിക്കുക. ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ആ പരിസരത്ത് ഉണ്ടായിരുന്ന 3 പ്രതീകങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ആ 3 പ്രതീകങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടായി തീരാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമതായി പുൽക്കൂട്. ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും ഒരുക്കി വെക്കുന്ന ഒന്നാണ് പുൽക്കൂട്, അല്ലേ? ക്രിസ്തുവിനെ നമ്മുടെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ഒക്കെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ഒക്കെ നമ്മൾ ഒരുക്കുന്ന ഒന്നാണ് പുൽക്കൂട്. എന്തിനാണ് ക്രിസ്തു പുൽക്കൂട് തിരഞ്ഞെടുത്തത് ജനിക്കാനായിട്ട്? യഹൂദാ പാരമ്പര്യം അനുസരിച്ച് മശീഹ വരുമെന്നും അവൻ കന്യകയിൽ നിന്ന് ജനിക്കുമെന്നും അവർക്കറിയാം. നമ്മൾ പാഠം വായിച്ച് കേട്ടപ്പോഴൊക്കെ വായിച്ചതാണ്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ദാവീദിന്റെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി വരും എന്നൊക്കെ വായിച്ച് നമ്മൾ കേട്ടു. അപ്പൊ അപ്രകാരം ദാവീദ് എന്ന് പറയുന്ന ആളാരാണ്? ദാവീദ് ആരായിരുന്നു? ദാവീദാരായിരുന്നു? രാജാവായിരുന്നു, അല്ലേ? അപ്പൊ ദാവീദിന്റെ വംശത്തിൽ ഒരാൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് ഒരു രാജാവ് അവിടെ ഉണ്ടാവും. ഹീസ് എ കിങ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഹീസ് എ കിങ്, അതിന് യാതൊരു സംശയവുമില്ല. അവൻ ഒരു കൊട്ടാരത്തിൽ ജനിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. യഹൂദ സ്ത്രീകളെല്ലാവരും അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുവാൻ തക്കവണ്ണം ഒത്തിരിയേറെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ക്രിസ്തു ഒരു കൊട്ടാരത്തിലോ ഒരു ധനികനായ യഹൂദന്റെ ഭവനത്തിലോ അല്ലെങ്കിൽ അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന വ്യക്തികളുടെ ഭവനത്തിലോ ന്യായാധിപന്മാരുടെ ഭവനത്തിലോ പ്രവാചകന്മാരുടെ ഭവനത്തിലോ ഒന്നുമല്ല ക്രിസ്തു ജനിച്ചത്. ക്രിസ്തു ജനിച്ചത് എവിടെയാണ്? ഒരു പുൽക്കൂട്ടിലാണ്. പുൽക്കൂട് ക്രിസ്തുവിന്റെ ജനനം സാധ്യമാക്കി കൊടുത്തതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, പുൽക്കൂട് ലാളിത്യത്തിന്റെ ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. പുൽക്കൂട് ലാളിത്യത്തിന്റെ ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. എന്താണ് ലാളിത്യം എന്ന് പറഞ്ഞാൽ? നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കാറുണ്ടല്ലേ? ഒരു 3 വയസ്സ് 4 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സുമൊക്കെ വരെയും നമ്മൾ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? താലോലിക്കും. അത് കഴിഞ്ഞ് ഒരു സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവരെ എടുത്ത് താലോലിക്കാനൊക്കെ ഉള്ളൊരു മടി നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്കൊക്കെ വരും. അവർ 2ാം ക്ലാസ് 3ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി, അല്ലേ, അങ്ങ് നമ്മൾ വേണ്ടെന്ന് വെക്കും. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്
അല്ലെങ്കിൽ വേണ്ട ഒരു 20 വയസ്സ് കഴിഞ്ഞ് മകൾക്ക് കെട്ടിപ്പിടിച്ചുരുമ്മ കൊടുക്കുമോ മാതാപിതാക്കള്? സാധ്യത വളരെ കുറവാണ്, കൊടുക്കുന്നവരുണ്ടാവാം. പക്ഷേ ഒരു കൊച്ചു കുഞ്ഞിനെ, അത് ആരുമായിട്ടുള്ള, നമ്മുടെ കുഞ്ഞു പോലും ആകണമെന്നില്ല, നമ്മൾ അവനെ കൈകെട്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവനെ എടുക്കും, അവനെ താലോളിക്കും, അവനെ കൊഞ്ചിക്കും. എന്താ കാരണം? എന്താ? അവൻ്റെ മുഖത്തുള്ള ലാളിത്യം നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ്. എല്ലാവരുടെ ജീവിതത്തിലും ആ ലാളിത്യം കടന്നു വരണം. പക്ഷേ നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ആഡംബരത്തിലാണ്, അല്ലേ? എൻ്റെ അയൽക്കാരന് ഒരു കാറുണ്ടെങ്കിൽ എനിക്ക് പണ്ടായിരുന്നു 2 കാർ, ഇപ്പം 8 കാർ വേണോ ചിന്തിക്കുന്നത്, അല്ലേ? ഇപ്പം എല്ലാ വീട്ടുമുറ്റത്ത് 1, 2, 3, 4 വണ്ടികളൊക്കെ അല്ലേ കിടക്കുന്നേ? വാഹനം വാങ്ങിക്കുന്നല്ലേ കേട്ടോ പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിൻ്റെ ആഡംബരം കൂടുമ്പോൾ നമ്മുടെ ലാളിത്യം കുറയും. ആ ലാളിത്യം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തുഭാവം നമ്മളിൽ നിന്ന് മാറിപ്പോകും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു നോവലുണ്ടല്ലോ, എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു, അല്ലേ? എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ആന ഉണ്ടായിരുന്നു എന്നല്ല, ആന ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ആന ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഇപ്പോഴും അഹങ്കരിച്ച് നടക്കുന്ന ചില ആളുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അതുകൊണ്ട് ലാളിത്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പിറക്കണം. ഈ ക്രിസ്മസിൽ എൻ്റെ സ്നേഹിതൻ, എൻ്റെ അയൽക്കാർ, എൻ്റെ ചാർച്ചക്കാർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ഇടവകക്കാർ, എൻ്റെ വികാരി അച്ഛൻ, എൻ്റെ സഭാംഗങ്ങൾ, എല്ലാവരുടെ മുമ്പിലും എൻ്റെ ജീവിതം മാതൃകയാക്കുവാൻ തക്കവണ്ണം എനിക്ക് എന്തുണ്ടാവണം? ലാളിത്യം ഉണ്ടാവണം. അപ്പോൾ നമ്മളെ ചിലപ്പോൾ ചിലർക്ക് എടുക്കാൻ തോന്നും. ചില മനുഷ്യരെ പറയാറില്ലേ, ഓ മനുഷ്യൻ എന്ത് ലാളിത്യത്തോടു കൂടി ജീവിക്കുന്നേ, മറ്റുള്ളവരോട് എന്തുമാത്രം സ്നേഹമാണ് കാണിക്കുന്നേ എന്നൊക്കെ പറയാറില്ലേ? നമ്മുടെ ജീവിതത്തെ പറ്റിയും അപ്രകാരം പറയുവാൻ തക്കവണ്ണം ഇടയാവണം. വേദപുസ്തകത്തിൽ ഒത്തിരിയേറെ ആളുകളെ നമ്മളങ്ങനെ കാണുന്നുണ്ട്. ലാളിത്യത്തിൻ്റെ ഉപമകളായി ക്രിസ്തു തന്നെ ഒത്തിരിയേറെ ആളുകളെ പറയുന്നുണ്ട്. സ്നേഹവാനായ പിതാവിൻ്റെ ഉപമ, അത് നമ്മൾ പലപ്പോഴും മുടിയനായ പുത്രൻ്റെ ഉപമയെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഞാനെന്നല്ല, ഒത്തിരിയേറെ വേദശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ അതിനെ സ്നേഹവാനായ പിതാവിൻ്റെ ഉപമ എന്നാണ് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് കാരണം എന്താ? നമ്മൾ ആ മകനെ എന്ന് ശപിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്, അല്ലേ? നീ മുടിയനായ പുത്രനാണ്. പക്ഷെ ആ അപ്പനെ ഒന്ന് ചിന്തിച്ചു നോക്കി. ആ അപ്പൻ കാണിക്കുന്ന ലാളിത്യവും സ്നേഹവും നമ്മുടെ ഹൃദയങ്ങളിൽ എന്തുമാത്രം ആ അപ്പനെ ഉയർത്തുന്നുണ്ട്. മകനേക്കാൾ ഉപരിയായി ആ അപ്പൻ്റെ സ്നേഹമാണ് അവിടെ കാണുക. മറ്റുള്ളവരുടെ മുമ്പിൽ ആരെയും താഴ്ത്തിക്കെട്ടാനോ ആരെയും ഇകഴ്ത്തി കാണിക്കാനോ ശ്രമിക്കരുത്. അവിടെ വേണമെങ്കിൽ ആ മനുഷ്യന് നീ എവിടെ പോയെന്നായിരുന്നടാ, അല്ലേ? നമ്മൾ ചോദിക്കത്തില്ലേ, നീ ഇത്രയും കാലം എവിടെയായിരുന്നു, ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ എന്താ ചെയ്തത്? അവന് ചെരുപ്പിടിയിച്ചു, അവൻ്റെ കയ്യിൽ മോതിരമിടിയിച്ചു, അവന് നല്ല വസ്ത്രം കൊടുത്തു, അവൻ തിരിച്ചു വന്നു എന്നറിഞ്ഞുകൊണ്ട് ഏറ്റവും കൊടുത്ത കാളക്കുട്ടി അറുത്ത് വിരുന്നൊരുക്കുക ചെയ്തത്. നമ്മൾ എപ്രകാരമാണ് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ലാളിത്യവും സ്നേഹവും ഉണ്ടാവണം. രണ്ടാമത്, പുൽക്കൂട് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന പ്രധാന സൂചനയിൽ രണ്ടാമത്തത് വിനയം ഉണ്ടാകുക എന്നുള്ളതാണ്. ലാളിത്യവുമായിട്ട് ഏകദേശം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് വിനയം, അല്ലേ? എന്താണ് വിനയം എന്ന് പറഞ്ഞാൽ? ഏറ്റവും നല്ല വിനയത്തിന് ഉദാഹരണം പറയാമോ? ബൈബിളിൽ നിന്ന് ഏറ്റവും നല്ലൊരു ഉദാഹരണം അത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ പോലെ വിനയപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ വേറെ ജനിച്ചിട്ടില്ല. ക്രിസ്തുവോളം വിനയപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ വേറെ ജനിച്ചിട്ടില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ നാം വിനയപ്പെടുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഗോൽഗോത്തായുടെ മുകളിലേക്ക്
കുരിശുമരവുമായിട്ട് പോകുന്ന ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഒരു നമ്മൾ പിക്ടോഗ്രാഫിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ പറിച്ചു നടാൻ ശ്രമിച്ചു നോക്കി. ഗോൽഗോത്തായുടെ വീതികളിലൂടെ ജനങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന വഴികളിലൂടെ വലിയ കുരിശുമരവും വലിച്ചുകൊണ്ട് പോകുമ്പോൾ യെരുശലേമിലെ സ്ത്രീകളെല്ലാം വലിയ ഉച്ചത്തിൽ കരഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞത്? യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. പിന്നെ നിങ്ങൾ എന്തിനെ ഓർത്ത് കരയണം? നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുക. വേണമെങ്കിൽ ക്രിസ്തുവിന് പറയാമായിരുന്നു, നിങ്ങൾ ഇത്രയും അധികം എന്നെ സ്നേഹിച്ചിട്ടും, നിങ്ങൾ ഇത്രയും അധികം എന്നെ ബഹുമാനിച്ചിട്ടും, നിങ്ങൾ ഇത്രയും അധികം എന്നെ കരുതിയിട്ടും ഈ യഹൂദ ജനം എന്നെ തള്ളിക്കളയുന്നത് കണ്ടോ? നിങ്ങൾക്ക് അവർക്കെതിരെ ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷേ കർത്താവ് അവിടെ വിനയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നോട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ ഒരു കരണത്തടിക്കുന്നവന് എന്ത് കാണിച്ചു കൊടുക്കണം? മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ വിനയം ഉണ്ടാവണം. അപ്പൊ പുൽക്കൂട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകുന്ന രണ്ട് സന്ദേശം: ഒന്ന്, ലാളിത്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. രണ്ട്, വിനയം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നക്ഷത്രം എന്താണ്? ക്രിസ്തുമസിലേക്ക് നമ്മളെ നയിക്കുന്ന ക്രിസ്തുമസിന്റെ പ്രധാന സന്ദേശങ്ങളിൽ ഒന്നായിട്ട് എങ്ങനെയാണ് നക്ഷത്രം മാറുക? ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ വീടുകളിൽ നക്ഷത്രം ഇടാറുണ്ടല്ലേ? ഇവിടെ നക്ഷത്രം, രണ്ട് നക്ഷത്രം, മുറ്റത്ത് നക്ഷത്രം, വരയ്ക്ക് ചുറ്റും നക്ഷത്രം, പള്ളിക്ക് ചുറ്റും നക്ഷത്രം, അല്ലേ? ഒത്തിരിയേറെ നക്ഷത്രങ്ങളും ഇടാറുണ്ട്. ഈ നക്ഷത്രങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് ഇടുന്നത്? നക്ഷത്രങ്ങൾ നൽകുന്ന രണ്ട് സന്ദേശമാണുള്ളത്. ഒന്ന്, പ്രതീക്ഷയുടെ സന്ദേശം. പ്രതീക്ഷയാണ് നക്ഷത്രം. വിദ്വാൻമാർ ആ നക്ഷത്രത്തെ നോക്കി ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ആ പ്രതീക്ഷ എങ്ങോട്ടാണ്? ക്രിസ്തു എന്ന് പറയുന്ന മശിഹാ രാജാവിൻ്റെ സന്നിധിയിൽ അവരെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് യാത്രാമധ്യേ ഒരു സംശയം തോന്നി, ഇനി ഇത് കറക്റ്റായിട്ട് അങ്ങോട്ടാണോ പോകുന്നത്? അവരെന്ത് ചെയ്തു? ഹേറോദോസിനടുത്ത് ചെന്ന് ചോദിക്കാമെന്ന് വെച്ചു. അപ്പൊ ഹേറോദേസ് വളരെ ഒരു എന്താ പറയുന്നത്, കുബുദ്ധിയുള്ള മനുഷ്യനാണല്ലോ. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവൻ കറക്റ്റായിട്ടുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതിലേക്കൂടെ ഒന്ന് വരണം, അല്ലേ? എന്തിനാ? എനിക്ക് അവനെ പോയി നമസ്കരിക്കണമായിരുന്നു. അതിനാണോ? അല്ല. തന്നെക്കാളും വലിയവനായവൻ ഒരു രാജാവായി ജനിച്ചിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവനെ കൊല്ലുവാൻ തക്കവണ്ണം കുബുദ്ധിയോടുകൂടെ ശ്രമിക്കുന്ന ഹെരോദോസിനെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് അവർ യാത്ര പുറപ്പെട്ട നക്ഷത്രത്തെ നോക്കി ഇങ്ങനെ പോയി. ആ നക്ഷത്രം എവിടെ പോയി നിന്നു? ക്രിസ്തു ജനിച്ചു കിടന്ന പുൽക്കൂടിന് മുകളിൽ പോയി നിന്നു. നക്ഷത്രം പ്രതീക്ഷയുടെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ അറ്റുപോകുന്ന സമയങ്ങളിൽ ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാണ് നക്ഷത്രം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കരഞ്ഞിട്ടില്ലേ? ദൈവമേ, എന്തിനാണ് എനിക്ക് ജീവിതം തന്നത്? എത്രമാത്രം വേദനപ്പെട്ട് ഞാൻ ഈ ജീവിതത്തെ നയിക്കുന്നു. എനിക്കെന്തിനാണ് ഈ രോഗം നീ തന്നത്? വൈദ്യന്മാരുടെ പക്കൽ ഞാൻ പോയി മടുത്തു. മരുന്ന് കഴിച്ച് ഞാൻ മടുത്തു. നീ എന്തിനാണ് എന്നെ വേദനപ്പെടുത്തുന്നത്? ക്രിസ്തു പറയും, നിനക്കായി ഞാനൊരു നക്ഷത്രം വെച്ചിരിക്കുന്നു. നീ ആ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യുക. അത് നിന്നെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർക്കും. നക്ഷത്രം പ്രതീക്ഷയുടെ ഒരടയാളമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ നാം ജീവിക്കരുത്. എന്നെ കൊണ്ട് എൻ്റെ ദൈവത്തിന് എന്തോ ഒരാവശ്യമുണ്ട് എന്നുള്ള പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാവണം. പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കടന്നു വരിക. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എന്നെ പോറ്റി പുലർത്തുവാനായിട്ട് ആരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാം.
അവിടെ നിന്ന് തിരിച്ചു വരുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ പുൽക്കൂടിന് മുകളിലേക്ക് യാത്ര ചെയ്ത ഈ നക്ഷത്രം നമ്മെ കൊണ്ടെത്തിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു ന്യായാധിപനെ കാണുന്നുണ്ട്. ഇഫ്താഹ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് യഹോവയോട് നേർന്നു, യഹോവയാം ദൈവമേ, ഞാൻ യുദ്ധം ജയിച്ച് തിരികെ വരുമ്പോൾ എന്നെ ആരാണോ എന്താണോ ആദ്യം എതിരേറ്റ് വരുന്നത് അതിനെ ഞാൻ നിനക്ക് യാഗം അർപ്പിച്ചു കൊള്ളാം. പക്ഷെ നീ എന്നെ എന്ത് ചെയ്യണം? യുദ്ധത്തിൽ ജയിപ്പിക്കണം. ഇഫ്താഹിന്റെ പ്രാർത്ഥന യഹോവയാം ദൈവം കേട്ടു. ഇഫ്താഹ് യുദ്ധമൊക്കെ ജയിച്ചു. തിരിച്ചു വന്നപ്പോൾ ഇഫ്താഹിനെ എതിരേറ്റ് വന്നത് ആരാണ്? ഇഫ്താഹിന്റെ ഏകജാതയായ മകൾ. അതാണ് പോയിന്റ്. 2 പുത്രിമാരുണ്ടോ? ഇല്ല, ഒറ്റ മകളാണ്. അവളിതാ ഇഫ്താഹിനെ എതിരേറ്റ്, അപ്പാ നീ യുദ്ധം ജയിച്ചു വന്നു എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുവാൻ തക്കവണ്ണം, അവനെ ആശ്ലേഷിക്കാൻ തക്കവണ്ണം ഓടി വരിക. അവിടെ ഇഫ്താഹിന്റെ പ്രതീക്ഷകൾ മുഴുവനും നഷ്ടപ്പെട്ടു. ഇഫ്താഹ് തൻ്റെ മകളോട് പറയുകയാണ്, അയ്യോ മകളെ, ഞാൻ യഹോവയോട് എന്താ പറഞ്ഞേ? ഞാൻ യഹോവയോട് പറഞ്ഞുപോയി എന്നാ പറയുന്നത്. ഞാൻ യഹോവയോട് പറഞ്ഞുപോയി, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാതെ പ്രതീക്ഷയറ്റ് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു നക്ഷത്രം ഉണ്ടായി. ആ നക്ഷത്രമാണ് ആര്? ഇഫ്താഹിന്റെ മകൾ. അവൾ എന്താ പറഞ്ഞത്? അപ്പാ, നീ യഹോവയോട് പറഞ്ഞെങ്കിൽ നീ എന്ത് ചെയ്യണം? അത് ചെയ്യുക തന്നെ വേണം, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ നീ എനിക്ക് 2 മാസത്തെ സമയം തരണം. എന്തിനാണ്? എൻ്റെ കന്യാവ്രതത്തെ ഓർത്ത് ഒന്ന് അനുദപിക്കുവാൻ തക്കവണ്ണം എൻ്റെ കൂട്ടുകാരോടൊപ്പം എനിക്കൊന്ന് പോകണം. അതിനുവേണ്ടി നീ എനിക്ക് 2 മാസത്തെ സമയം തരണം. ആ പ്രതീക്ഷ അറ്റ അപ്പൻ ആ മകളുടെ മുമ്പിൽ വീണ്ടും യഹോവയുടെ മുമ്പിലേക്ക് തിരിഞ്ഞിട്ട് അവളെ യാത്രയാക്കുക. അവൾ പോയി 2 മാസത്തിന് ശേഷം ഇഫ്താഹ് അവളെ എന്തു ചെയ്തു? യഹോവയാം ദൈവത്തിന് യാഗമർപ്പിച്ചു. പ്രിയമുള്ളവരെ, പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്ത് ദൈവം നമുക്കൊരു നക്ഷത്രത്തെ കാണിച്ചു തരും. ആ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യുക മാത്രം ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. കണ്ണുനീര് മാറും, വേദന മാറും, രോഗം മാറും, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും കടന്നു പോകും. പക്ഷേ ക്രിസ്തു കാണിക്കുന്ന ആ നക്ഷത്രത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ കേന്ദ്രബിന്ദു. അവിടെ നിന്ന് മാറി വ്യതിചലിച്ചു പോയാൽ ഹേറോദോസിന്റെ കൊട്ടാരം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ അറ്റുപോകാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കുക. രണ്ടാമത് നക്ഷത്രം നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത്, നക്ഷത്രം ഒരു വഴികാട്ടിയാണ്. അതൊരു വഴിയാണ്. നേർവഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നാണ് നക്ഷത്രം. ആ നക്ഷത്രം വിദ്വാൻമാർ എവിടെ നിന്ന് കണ്ടോ അവിടെ മുതൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വരെ അവരെ നേർവഴിക്ക് നയിക്കുന്ന ഒന്നായിരുന്നു. അവിടെ കൊണ്ട് കഴിഞ്ഞോ? ആ നക്ഷത്രത്തിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഉറങ്ങുവാണോ? ഉറങ്ങരുത്. ഉറങ്ങാതിരിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ വിളിച്ചു. നിങ്ങൾ അച്ഛൻ്റെ പ്രസംഗം കേട്ട് മടുത്തു, നിങ്ങൾ അച്ഛൻ്റെ പ്രസംഗം കേട്ട് ഉറങ്ങുക, അതുകൊണ്ട് അച്ഛൻ എന്നെ വിളിച്ചത് അതൊന്ന് ഉറങ്ങാതിരിക്കാൻ. അപ്പോൾ എന്താണ്? നക്ഷത്രത്തിൻ്റെ ഡ്യൂട്ടി അവിടെ കൊണ്ട് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. നക്ഷത്രം വീണ്ടും അവിടെ ഉണ്ടായി. എന്തിനാ? ഹേറോദോസിന്റെ കൊട്ടാരത്തിലേക്ക് അവർ പോകാതിരിക്കുവാൻ തക്കവണ്ണം വേറെ വഴി അവർക്ക് പോയി. ആ നക്ഷത്രം അവരെ എന്ത് ചെയ്തു? അവർക്ക് വഴികാട്ടിയായി കൊണ്ടിരുന്നു. ഹേറോദോസിന്റെ കൊട്ടാരത്തിലേക്ക് വേണമെങ്കിൽ അവർക്ക് തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ആ നക്ഷത്രത്തെ നോക്കി വീണ്ടും യാത്ര ചെയ്തു. ആ യാത്ര എവിടെ ചെന്നു? അവരുടെ യഥാസ്ഥാനത്ത് അവരെത്തിച്ചേർന്നു. ക്രിസ്തുവിന് ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ നേർവഴികൾ കാണിച്ചു തരുന്ന ചില നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. മോറിയ മലയിലേക്ക് ഒരു മനുഷ്യൻ നടന്നുപോയി. ആരപോയി? എന്നെക്കാളും കൂടുതൽ ബൈബിള് വായിക്കും നിങ്ങളെന്ന് വിചാരിച്ച് ഞാൻ വന്നിരിക്കുന്നത്.
മോറിയ മലയിലേക്ക് പോയതാരാ? ഒത്തിരി പേര് പോയല്ലേ? അബ്രഹാം പോയി. എന്തിനാ പോയേ? ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് പോയി. അപ്പം അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം അബ്രഹാമിൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, ഞാനതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, പൂർത്തീകരിക്കും? അവൻ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന വഴിക്ക് ഇസഹാക്കിൻ്റെ ചോദ്യം കൂടെ. ഇസഹാക്ക് എന്താ ചോദിച്ചേ? അപ്പ വിറകുണ്ട്, തീയുണ്ട് അല്ലേ, യാഗം അർപ്പിക്കാനുള്ള ആട്ടുംകുട്ടി എന്ത് ചെയ്യും? അപ്പം അവിടെ വീണ്ടും സ്തംഭിച്ച് നിൽക്കുന്ന അബ്രഹാം പെട്ടെന്ന് പറയുകയാണ്, നമുക്ക് വേണ്ടി ദൈവം കരുതിക്കൊള്ളു. അങ്ങനെ മോറിയ മലയുടെ മുകളിലെത്തി അവിടെ ചെന്ന് ബലിപീഠമൊക്കെ റെഡിയാക്കി പെട്ടെന്ന് നമ്മുടെ ഇസഹാക്കിനെ കൈയും കാലുമൊക്കെ കെട്ടി. അപ്പോൾ ഇസഹാക്കിന് കാര്യം മനസ്സിലായി, എന്നെയാണ് യാഗം അർപ്പിക്കാൻ പോകുന്നതെന്ന്. അവിടെ കയറ്റി കിടത്തി. ഇസഹാക്ക് വല്ലതും പറഞ്ഞോ? ഇല്ല, അവനവിടെ കിടന്നു. അവൻ വാൾ ഓങ്ങി വെട്ടാൻ ഒരുങ്ങിയപ്പോഴത്തേനും എന്ത് കേട്ടു? അബ്രഹാമേ എന്നൊരു വിളി കേട്ടു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ അവന് കിട്ടുകയും ചെയ്തു. ആ ആട്ടിൻകുട്ടിയെ ബലി അർപ്പിച്ചിട്ട് അവൻ അവിടുന്ന് തിരിച്ചു പോരുക. അപ്പൊ ഈ സംഭവത്തിന് മുമ്പ് യഹോവയാം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ നീ എന്ത് ചെയ്യണം? ബലി കഴിക്കണം. അബ്രഹാം അന്നേരം പറയും, എനിക്ക് പറ്റത്തില്ല, എനിക്ക് 100-ാമത്തെ വയസ്സിൽ ഉണ്ടായ ഒരു മകൻ, അവനെ എനിക്ക് നിനക്ക് തരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് വേറെ വഴി